ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 5ാം സീസണ് ഇന്ന് കൈനകരിയിൽ തുടക്കം. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന മത്സരം ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. 9 ചുണ്ടൻ വള്ളങ്ങളാണ് പമ്പയാറ്റിൽ തുഴയെറിയുക. 9 ചുണ്ടൻ വള്ളങ്ങൾ, 7 ജില്ലയിലായി 14 മത്സരങ്ങൾ, ഒരൊറ്റ വിജയ്. ഓളപ്പരപ്പിലെ ആവേശപ്പോരിന് ഇന്ന് കൈനകരിയിൽ തുടക്കം. ബോട്ട് ക്ലബിന്റെ അപ്രമാദിത്വമാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടത്. 4 വട്ടവും പള്ളാത്തുരുത്തി ഏകപക്ഷീയമായി കിരീടമുയർത്തി. നെഹ്റു ട്രോഫിയിൽ ഡബിൾ ഹാട്രിക് ലക്ഷ്യമിട്ടിറങ്ങിയ PBCയെ പക്ഷേ കൈനഗിരിയുടെ ചുണക്കുട്ടികളായി VBC വള്ളപ്പാട് അകലെ വീഴ്ത്തിയാണ് നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടത്. അതേ പോരാട്ട വീര്യവുമായി വീയപുരത്തിൽ VBC എത്തുമ്പോൾ ഇക്കുറി പള്ളാത്തുരുത്തിക്ക് കാര്യങ്ങൾ എളുപ്പമല്ല. നെഹ്റു ട്രോഫിയിലെ ഡബിൾ ഹാട്രിക് സ്വപ്നങ്ങൾ തകർത്ത VBCയെ അവരുടെ കരയിൽ വീഴ്ത്തി ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് തുടക്കം കുറിക്കാനാണ് PBC മേൽപ്പാടനിലെത്തുന്നത്. പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ, നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ എന്നിവർക്ക് പുറമെ പായിപ്പാടൻ, നടുവിലെ പറമ്പൻ, കാരിച്ചാൻ, ചെറുതന, ചമ്പക്കുളം ചുണ്ടനുകളാണ് പോരിനിറങ്ങുന്നത്. ഇക്കുറി 7 ജില്ലകളിലായാണ് CBL സംഘടിപ്പിക്കുന്നത്. വടക്കൻ ജില്ലകളിൽ ആദ്യമായി കാസർഗോഡ് CBLന് വേദിയാകും. കോട്ടയം താഴത്തങ്ങാടി, എറണാകുളം ജില്ലയിലെ പിറവം, മറൈൻ ഡ്രൈവ്, തൃശൂർ കോട്ടപ്പുറം, ആലപ്പുഴ ജില്ലയിലെ പുളിങ്കുന്ന്, കരുവാറ്റ, പാണ്ടനാട്, കായംകുളം, കൊല്ലം ജില്ലയിലെ കല്ലട എന്നിവിടങ്ങൾക്കൊപ്പം വടക്കൻ കേരളത്തിലെ കാസർഗോഡ് ചെറുവത്തൂർ, കണ്ണൂർ ധർമ്മടം, കോഴിക്കോട് ബേപ്പൂർ എന്നിവിടങ്ങളിലായാണ് മത്സരം. 14 മത്സരങ്ങളിൽ നിന്ന് ഏറ്റവും അധികം പോയിന്റ് നേടുന്ന ടീമാണ് CBL ജേതാക്കളാവുക. ഓരോ മത്സരത്തിനും ബോണസും ആദ്യ 3 സ്ഥാനങ്ങൾക്ക് സമ്മാനത്തുകയും ഉണ്ടാകും. CBL സ്വന്തമാക്കുന്നവർക്ക് 25 ലക്ഷം രൂപയാണ് ലഭിക്കുക. 2ാം സ്ഥാനക്കാർക്ക് 15ഉം 3ാം സ്ഥാനക്കാർക്ക് 10ഉമാണ് ലഭിക്കുക. ന്യൂസ് മലയാളം, ആലപ്പുഴ.